ഞങ്ങളെപ്പോലെ തലേ ദിവസമേ നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് നിങ്ങൾ ചെയ്യാറെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ പയർ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. പയർ ആദ്യം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് മാത്രം വെള്ളം തളിച്ചു കൊടുത്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. ആ സമയം കൊണ്ട് അമ്മ മീൻകറി ഇവിടെ റെഡിയാക്കുകയാണ്. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ തേങ്ങ അരച്ച നല്ല പുതിയ അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മീൻകറി. വെന്ത പയർ ഒന്ന് മാറ്റി വെക്കാം. ഇനി അതിൽ തന്നെ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് മൂത്ത് വരുമ്പോൾ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ പയറും കൂടി ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് വരട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പൂരിയും മുട്ട റോസ്റ്റുമാണ്. ഇതെൻ്റെ ഈസി റെസിപ്പിയാണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ചധികം തന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പും കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് ഞെരടി കറിവേപ്പില ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കണം. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ മുട്ടയിട്ട് കൊടുക്കാം. 1/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ കുക്കായ ആ ഒരു മുട്ട റോസ്റ്റിലും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇതിൻ്റെ ഇടയിൽ ആ ഒരു പഠിപ്പിക്കൽ ബിസിനസ്സും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂരിയും മുട്ട റോസ്റ്റൊക്കെ ആയി ടിഫിനൊക്കെ പാക്ക് ചെയ്യുന്നൊരു സമയമാണിത്. നല്ല മഴയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കൂളിലേക്ക് ഓടി.